അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് എന്ന കാര്യം ഒരിക്കലും യോജിക്കുകയില്ല. അവനല്ലാതെ ഇബാദത്ത് ഒരിക്കലും നിർവഹിക്കുക എന്നത് ഒരു നിലക്കും യോജിക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ ഹക്കാണ്, അവന് അർഹതപ്പെട്ട കാര്യമാണ്. ചില കിതാബുകൾ വന്നതുപോലെ فإن الله لا يرضى أن يشرك به أحد لا ملك مقرب ولا نبي مرسل. അള്ളാഹു ഒരിക്കലും അവനിൽ ഒരാളെയും പങ്കു ചേർക്കാൻ തൃപ്തിപ്പെടുകയില്ല. ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും. ചില ആളുകൾ പറയും നമ്മൾ ഇബാദത്ത് നബിനല്ലേ, നബിനെ അള്ളാഹ്ക്ക് ഇഷ്ടല്ലേ, പിന്നെ എങ്ങനെ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുക? ഇല്ല. ലാ മലക്കുൻ മുഖറബ് വല നബിയുൻ മുർസൽ. അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പം ലഭിച്ച ഒരു മലക്കാകട്ടെ, അതല്ലെങ്കിൽ അള്ളാഹു നിയോഗിച്ചയച്ച ഒരു റസൂലാകട്ടെ, അവരിൽ ഒരാൾക്കും ഒരു ഇബാദത്ത്, ഒരു മനുഷ്യന് ആയിരക്കണക്കിന് ഇബാദത്തുള്ള അതിൽ ഒരു ഇബാദത്ത്, ഒരു മനുഷ്യന് വർഷങ്ങൾ 1000 വർഷം ഇബാദത്ത്, അതിൽ ഒരു സെക്കൻഡ് ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നൽകുക എന്നത് ദുനിയാവിലുള്ള സർവ്വ തിന്മകളെക്കാളും ഭീകരമാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഇബാദത്തിൽ എന്തെങ്കിലും ഒന്ന് നൽകുക എന്നുള്ളത് അള്ളാഹുവിന് അതിനേക്കാൾ കോപമുള്ള മറ്റൊരു തിന്മയില്ല. അവൻ ഏറ്റവും ദേഷ്യമുള്ള കാര്യം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അന അഗ്ന ശുറകാഇ അനി ശിർക്ക്. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, പങ്കു ചേർക്കപ്പെടുക എന്നതിൽ നിന്ന് പരിപൂർണമായും ഞാൻ പരിശുദ്ധനാണ്. വമൻ അമില അമലൻ അശ്റക ഫീഹി മഅയ ഗൈരി തറക്തുഹു വശിർക. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു പ്രവർത്തനം ചെയ്യുകയും അതിൽ ഏതെങ്കിലും ഒരാളെ പങ്കു ചേർക്കുകയും ചെയ്താൽ, വേറൊരാൾക്ക് കൂടി ഒരു പങ്കുവച്ചാൽ, തറക്തുഹു അവന്റെ ആ പ്രവർത്തനവും ഞാൻ തറക്തുഹു അവനെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, വശിർകഹു അവൻ പങ്കുചേർത്ത ആ പ്രവർത്തനത്തെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു.